ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞ്, നീ ഒരിക്കലും എൻ്റെ ഭാര്യാസങ്കല്പത്തിലുള്ള ഒരു ഭാര്യയല്ല, നീ ഒരു ഭാര്യ ആവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനന്ന് കുറേ ആലോചിച്ചു. പക്ഷെ എങ്ങനെ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യയാവും? ഞാനന്ന് കുറേ ആലോചിച്ചു എങ്ങനെ ഇതാവുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ടൈം ടേബിൾ തരണം. അതായത് വീക്കിലി തിങ്കൾ തൊട്ട് വെള്ളി വരെ നിങ്ങൾ ടൈം ടേബിളിൽ, ശനി വരെ നിങ്ങൾ ടൈം ടേബിളിൽ ടൈമും നിങ്ങളെ കാര്യങ്ങളും എഴുതി വരും. അപ്പോൾ ഞാൻ ആ ടൈമിന് എണീറ്റിട്ട് ആ ടൈമിന് ആ കാര്യങ്ങൾ നടത്തിത്തരും. സൺഡേ എനിക്ക് ലീവ് വേണം, കാരണം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഒരു ദിവസം പറഞ്ഞ് ഞാൻ. ശരിക്കും ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞത് ഭയങ്കര ഇതായിട്ടാണെങ്കിലും ബോൾഡായിട്ടാണെങ്കിലും, പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ പിന്നെ കുറേ ആലോചിച്ചു, കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കി. ശരിക്കും നമ്മൾ വിചാരിക്കാത്ത ഒരാളെ, നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരാളെ അല്ല നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ അയാളൊരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ കഴിയും. ഞാൻ കുറേ ആലോചിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു, ശരിക്കും അതൊക്കെ ഒരു ലക്കാണ്. ഈ കല്യാണം എന്നൊക്കെ പറയണത്, ഈ പാർട്ട്ണർ എന്നൊക്കെ പറയണത് ശരിക്കും ഒരു ഭയങ്കര ലക്കായ സംഭവമാണ്. കാരണം ലൈഫ് ടൈം ഫുൾ മെൻ്റലി നമ്മുടെ സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ട്ണറെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജോലിയോ ക്യാഷോ വീടോ കാറോ ഒന്നുമല്ല ലൈഫ്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, മെൻ്റലി നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മളെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും നമ്മൾ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത്.